എല്ലാവർക്കും മമ്മൂസ് ട്രാവലോഗിൻ്റെ പൈതൃക കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇന്ന് കാഞ്ചീപുരത്ത് നിന്ന് ഞങ്ങൾ കാഞ്ചീപുരം കാമാക്ഷി ക്ഷേത്രത്തിൽ തൊഴുതു. അതിനുശേഷം ഞങ്ങൾ യാത്ര പുറപ്പെടുകയാണ്. ഇപ്പോൾ ചെന്നൈയിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ കുറച്ച് വഴിയോര കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഈ കാഴ്ചകൾ കാണാൻ നിങ്ങളും എന്നോടൊപ്പം സഞ്ചരിക്കുമെന്ന വിശ്വാസത്തോടു കൂടി ഞാൻ നിങ്ങളെല്ലാവരെയും മമ്മൂസ് ട്രാവലോഗിൻ്റെ പൈതൃക കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും തരാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ്സിനുള്ളിൽ നല്ല പാട്ടും ചിരിയും കളിയും തമാശയും ഒക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ ഒരു കോർഡിനേറ്ററായ നിബിൻ സാബു ആണ് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. മൂപ്പരും ഒരു യൂട്യൂബറാണ് കേട്ടോ. അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. നീ ഉണർന്നു നോക്കുമ്പോഴും നിന്റെ കൂടെയുണ്ടല്ലോ. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ചെന്നൈയിലെ മൈലാപ്പൂർ എന്ന സ്ഥലത്തേക്കാണ്. മൈലാപ്പൂർ എന്ന സ്ഥലത്തിന് ആ പേര് വരാൻ കാരണം ശ്രീ പരമശിവനെ മയിലിൻ്റെ രൂപത്തിൽ അവിടെ ആരാധിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അവിടുത്തെ കപാലീശ്വര ക്ഷേത്രത്തിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത്. നമ്മളിതാ ചെന്നൈ എയർപോർട്ടിൻ്റെ അടുത്ത് ഉള്ള ഒരു വഴി കൂടെയാണ് പോകുന്നത്. ഫ്ലൈറ്റ് വരുന്നത് കാണുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഭൂപ്രദേശം അല്ലേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. കാഴ്ചകൾ കാണാൻ നല്ല രസമുണ്ട്. ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ വിട്ട് നമ്മളിങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മൈലാപ്പൂർ ക്ഷേത്രത്തിലെ ശിവനാണ് പ്രധാന പ്രതിഷ്ഠ. അടിമാസമായ കാരണം പല ഭാഗങ്ങളിലും ഇതേപോലെ ഭഗവതിയുടെ രൂപങ്ങൾ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വണ്ടി ഒരു ഗ്രാമപ്രദേശത്തേക്ക് തിരിയാണ്. അവിടെ നിന്ന് അമ്പലത്തിലേക്ക് പോകാൻ, ക്ഷേത്രത്തിലേക്ക് പോകാൻ നമ്മൾ ഓട്ടോറിക്ഷ സംഘടിപ്പിക്കണം. അല്ലാതെ നടന്നു പോകണം. ഈ വെയിലത്ത് നടക്കാൻ പറ്റില്ല, കുറച്ച് ദൂരമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഓട്ടോറിക്ഷ കയറിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിത് ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങുകയാണ്. അമ്പലത്തിൻ്റെ അടുത്തെത്താനായി. ഗോപുരം കാണുന്നു. അമ്പലത്തിലേക്ക് നടക്കുകയാണ്. നല്ല തിരക്കുണ്ട്. അമ്പലത്തിൽ നിന്നുള്ള ആൾക്കാർ പുറത്തേക്ക് വരുന്നു. ഞങ്ങൾ അമ്പലത്തിലേക്ക് കടക്കുകയാണ്. ഈ അമ്പലത്തിലേക്ക് 2 പ്രവേശന കവാടങ്ങളുണ്ട്. ഒന്ന് കിഴക്കേ ഭാഗത്തും ഒന്ന് പടിഞ്ഞാറേ ഭാഗത്തും. ഈ കാണുന്ന കിഴക്കേ ഭാഗത്തുള്ള പ്രവേശന കവാടത്തിലൂടെയാണ് ഞങ്ങൾ അകത്ത് കടക്കുന്നത്. അകത്തേക്ക് കടക്കുമ്പോൾ ഒരാൾ അവിടെ ഇരുന്നിട്ട് വീഡിയോ ഒന്നും എടുക്കരുതെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അകത്ത് കടന്നപ്പോൾ എല്ലാവരും വീഡിയോ എടുക്കുന്നത് കണ്ടു. ഗോപുരത്തിലെ മനോഹരമായ കൊത്തുപണികളാണ് ഈ കാണുന്നത്. വളരെ മനോഹരമായ കൊത്തുപണികൾ. 7-ാം നൂറ്റാണ്ടിൽ പല്ലവ രാജാക്കന്മാരാണ് ഈ ക്ഷേത്രം പണിതതെന്നാണ് ചരിത്രം. ദ്രാവിഡ വാസ്തുശില്പകലയ്ക്ക് വളരെ പേരുകേട്ട ഒരു ക്ഷേത്രമാണിത്. അമ്പലത്തിനുള്ളിൽ കണ്ടില്ലേ, നല്ല മനോഹരമായ ചിത്രങ്ങളും കൊത്തുപണികളുമാണ് ഇവിടെയുള്ളത്. കർപ്പകാമ്പാളും കപാലീശ്വരനുമായിട്ടാണ് ശ്രീ പാർവതിയെയും ശ്രീ പരമേശ്വരനെയും ഇവിടെ ആരാധിക്കുന്നത്. ഇവിടെ ഒരു മയിലിൻ്റെ പ്രതിമ കാണാം. കാരണം ശ്രീ പാർവതി മയിലിൻ്റെ രൂപത്തിലൂടെ വന്നെത്തിയെന്നാണ് ഐതിഹ്യം. ധാരാളം കഥകളും ഐതിഹ്യങ്ങളും ഈ ക്ഷേത്രത്തെക്കുറിച്ചുണ്ട്. ശിവൻ്റെ വിശേഷണമായ കപാല, അതായത് തല, ഈശ്വര എന്നീ പദങ്ങളിൽ നിന്നാണ് ക്ഷേത്രത്തിന് കപാലീശ്വര ക്ഷേത്രം എന്ന പേര് വന്നത്. ഒരിക്കൽ ശ്രീകൈലാസത്തിലെത്തിയ ബ്രഹ്മദേവൻ അഹങ്കാരം മൂലം ശ്രീ പരമേശ്വരന് വേണ്ട ബഹുമാനം നൽകിയില്ലെന്നും അതിൽ ക്രുദ്ധനായ പരമശിവൻ ബ്രഹ്മാവിൻ്റെ ഒരു തല ഇറക്കുകയും ചെയ്തു എന്നാണ് ഒരു കഥ. അഹങ്കാരം തീർക്കാൻ വേണ്ടി ബ്രഹ്മദേവൻ ഇവിടെ വന്ന് തപസ്സിരുന്നുവെന്നും ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ചു എന്നുമാണ് ഒരു ഐതിഹ്യം. എന്തെല്ലാം ഭാവനകൾ അല്ലേ. കൈലയെ മൈലൈ, മൈലയെ കൈലൈ, മൈലാപ്പൂർ കൈലാസം, ശുക്രപുരി, വേദപുരി എന്നീ പേരുകളിലെല്ലാം ഈ സ്ഥലം അറിയപ്പെടുന്നുണ്ട്. ശ്രീമുരുകനും ശ്രീ ഗണപതിക്കും പ്രത്യേകം ശ്രീകോവിലുകളുണ്ട്. ഗണപതിയെ നടന വിനായകനായിട്ടും ശ്രീ സുബ്രഹ്മണ്യനെ ശിങ്കാരവേലനായിട്ടുമാണ് ഇവിടെ ആരാധിക്കുന്നത്. ഇവിടുത്തെ ഐതിഹ്യങ്ങളിലെ സന്യാസിമാരുടെയും മറ്റുള്ളവരുടെയും ധാരാളം പ്രതിമകൾ ഇവിടെ കാണാം. എല്ലാം നൽകുന്ന കൽപ്പവൃക്ഷം പോലെ അഭീഷ്ടദായിനിയാണ്
ദേവി. അതുകൊണ്ടാണ് കർപ്പകാമ്പാൾ എന്ന് ദേവിയെ വിളിക്കുന്നത്. എല്ലാ ദിവസവും 6 നേരം ഇവിടെ പൂജയുണ്ട്. കാലത്ത് 5 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകുന്നേരം 4 മണി മുതൽ രാത്രി 9 മണി വരെയുമാണ് ഇവിടെ പൂജാസമയം. പിന്നെ മനോഹരമായൊരു തീർത്ഥക്കുളം പടിഞ്ഞാറ് വശത്തായി കാണാം. വെയിലത്ത് നടന്ന് ക്ഷീണിച്ച് പലരും പല ഭാഗത്തിരിക്കുകയാണ്. കത്തിക്കാളുന്ന വെയിൽ പുറത്തേക്ക് നോക്കുമ്പോൾ ഒന്നും കാണാത്ത പോലെയാണ്. വീഡിയോ എങ്ങനെയുണ്ടാകുമെന്ന് അറിയില്ല. 7-ാം നൂറ്റാണ്ടിൽ പല്ലവ രാജാക്കന്മാരാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചതെന്ന് പറയപ്പെടുന്നു. എന്നാൽ ഈ ക്ഷേത്രത്തിന് 2000 വർഷത്തിലധികം പഴക്കമുണ്ടെന്നും പറയപ്പെടുന്നു. ഗ്രീക്ക് വംശജനായ ടോളമിയുടെ പുസ്തകത്തിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഈ സ്ഥലത്തെക്കുറിച്ചും പരാമർശമുണ്ടെന്നായി പറയപ്പെടുന്നു. ക്ഷേത്രത്തിൻ്റെ പ്രാരംഭ നിർമ്മിതി പോർച്ചുഗീസുകാർ പൊളിച്ചു മാറ്റിയെന്നും 19-ാം നൂറ്റാണ്ടിൽ വീണ്ടും വിജയനഗര സാമ്രാജ്യത്തിലെ ഭരണാധികാരികൾ ക്ഷേത്രം പുനർനിർമ്മിച്ചുവെന്നുമാണ് പറയപ്പെടുന്നത്. ഞങ്ങൾക്ക് ഇവിടെ നിന്നും പുറപ്പെടാനായുള്ള സമയമായി. ഇതാ ഞങ്ങളുടെ എല്ലാം എണ്ണം കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും കണ്ടെത്തി പിടിക്കാൻ വേണ്ടി ഇവിടെ നിന്നും ഇറങ്ങാൻ പോവുകയാണ്. സത്യത്തിൽ ഇത്തരം ക്ഷേത്രങ്ങളിൽ വരുമ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ തനിയെ തന്നെ വരണം. ഗ്രൂപ്പായി വരുമ്പോൾ ഇതുപോലെയൊന്നും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇതാണ് മനോഹരമായ ക്ഷേത്രക്കുളം. പടിഞ്ഞാറായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ 4 ഭാഗത്തും വലിയ വലിയ കെട്ടിടങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ ക്ഷേത്രത്തിനുള്ളിൽ മനോഹരമായൊരു മണ്ഡപമുണ്ട്. കപാലീശ്വര ക്ഷേത്രത്തിൻ്റെ തീർത്ഥക്കുളത്തിന് മുമ്പിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അമ്പലത്തിൻ്റെ ദർശനമൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയാണ്. അപ്പോൾ ഇതോടുകൂടി ഈ യാത്രയിലെ ക്ഷേത്ര ദർശനങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇതുപോലെയുള്ള കാഴ്ചകളുമായി നിങ്ങൾക്ക് മുമ്പിലെത്തുന്നത് വരേക്കും നമസ്കാരം പറയുന്നു. അമ്മോ പ്രിയം കോങ്ങാട്ടി.